ഈശ്വര, ഇതെന്താ വീടോ അത് കാടോ? ഒരാഴ്ച ഇവിടുന്ന് മാറി നിന്നപ്പോ എന്തൊക്കെയായി കാണുന്നേ? അമ്മച്ചി അമ്മച്ചി ഡോൺ വറി അമ്മച്ചി. ഡോൺ വറിയുന്ന എന്നാ നീ വീട് മൊത്തം കാട്ടിട്ടേക്കണേ? അലങ്കോലം എന്ന് പറഞ്ഞാൽ അലങ്കോലം. അതായിരുന്നു അത്. പിന്നെ അമ്മ ഏത് ഏത് പിന്നെ അമ്മ അത് ഇവളുടെ മാല കാണുന്നില്ല, മാങ്ങാമാല. അത് തപ്പുമായിരുന്നു. തപ്പി അതൊക്കെ തിരിച്ചു വെക്കുന്ന നിനക്കറിയില്ലേ? അത് പിന്നമ്മേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതാ. 10 മിനിറ്റ് സമയം തരും, മൊത്തം വൃത്തിയാക്കിക്കോളാം. ശരി അമ്മേ. പിന്നെ സുന്ദരി അമ്മേ, അതെ അതുണ്ടല്ലോ ഏതുണ്ടല്ലോന്ന്. എന്താ ഒരു ഷോപ്പിംഗ് ഒക്കെ? അതെ അമ്മേ, ചേച്ചിയുടെ കല്യാണത്തിന് പോകണ്ടേ? എപ്പോഴാണ് നമ്മൾ പോകുന്നത്? അതിന് അധികം ദിവസമൊന്നുമില്ല, വേഗം തന്നെ പോകണം. അതിനു മുമ്പ് കുറേ ഷോപ്പിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ? അത് ഞാൻ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാത്തേ. എൻഗേജ്മെൻറ്റ് മാത്രമേ ഇല്ലെന്നുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ഹൽദി ഉണ്ട്, ബ്രൈഡൽ ഷവർ ഉണ്ട്, ബാച്ചിലർ പാർട്ടി ഉണ്ട്, എന്തൊക്കെയാ കിടക്കുന്നേ. ഞങ്ങളെ ചേച്ചി വിളിച്ചായിരുന്നു, ഒരു ഡാൻസ് വീഡിയോ അയക്കാം, അത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞമ്മേ. സമയം കളയണ്ട, പഠിച്ച് പൊളിക്കാം നമുക്ക്. പിന്നെ അല്ലേ അമ്മേ? അത് പിന്നെ പറയാനുണ്ടോ? അയ്യോ കുക്കറി കിട്ടി. കുക്കർ പിന്നെയും ചീറ്റിയോ? എടാ നീയായിരുന്നോ? നീയാണോ ശുഷി വെച്ച? എന്താടി ആന്റി ചാടിത്തുള്ളി പോയത്? നിന്റെ ശുഷി കേട്ടപ്പോ കുക്കർ ചീറ്റിയതാന്ന് ഓർത്ത്. അയ്യോ അയ്യോ. ആട്ടാ എന്താണ് വിശേഷിച്ച്? അതെ, പോയിട്ട് കുറെ ആയല്ലോ, ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്താ? അവിടെ ഇരുന്ന് ബോറടിച്ച്, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്തായിരുന്നടി ഇവിടെ ഒരു ചർച്ച? ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം അമ്മ വീട്ടിലെ പറഞ്ഞില്ലാഞ്ഞോ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളൊക്കെ. കുറേ പ്രോഗ്രാംസ് ഉണ്ട്, ഡാൻസ് ഒക്കെ പഠിക്കണം. അതായിരുന്നു ഭക്ഷണമൊക്കെ എന്താ? വലിയ ബിരിയാണി ആയിരിക്കുമല്ലേ? അല്ലടാ, നല്ല ഒന്നാം തരം സദ്യ. സദ്യയോ? ഒരു സദ്യ കഴിച്ചിട്ട് എത്ര നാളായി. പിന്നെ മൈലാഞ്ചിയുടെ ചടങ്ങൊക്കെ ഉണ്ട്, അതിന്റെ മധുരം കഴിച്ചിട്ട് എത്ര നാളായി. എന്തേ വരണായിരിക്കും അല്ലേ? അത് പിന്നെ പറയണോ? എന്നെ കൊണ്ടുപോയേ പറ്റൂ. നീ വിഷമിക്കണ്ട, നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പൊ അടിച്ചു വിളിക്കാലോടി. ചേച്ചിയുടെ കല്യാണം എന്നെ കൂടി ഡാൻസ് പഠിപ്പിച്ചോ? പിന്നെന്താ, നമുക്ക് പഠിക്കാലോ. ഈ റൂമില് പച്ചക്കറി ഉണ്ടോടി? ഇല്ല. മീനോ? ഇല്ല. അരി മണ്ണെണ്ണ? ഇല്ല. എന്താടാ അങ്ങനെ ചോദിച്ചേ? വീട്ടിലൊന്നും ഇല്ലേ? വീട്ടിലതൊക്കെ ഉണ്ട്. അല്ല ഇതെന്താ ചണ്ടയോ? അങ്ങനെ ചോദിച്ചു കൊടുക്കും മോനെ. അയ്യോ അമ്മ, എവിടെയായിരുന്നു? കൊറേ നാളായത് ആന്റി കണ്ടിട്ട്. ഞാൻ ഇന്നോടെ അറിയായിരുന്നു, ആന്റി അല്ലേ ഇവിടെ ഇല്ലാത്തത്. ആന്റിനെ കണ്ടിട്ട് എത്ര നാളായി. മോനെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞങ്ങളല്ലേ ഇവിടെ എല്ലാം പ്രാക്ടീസ് തുടങ്ങാൻ പോവാ. അത്രയൊക്കെ എത്തിയോ? ആന്റി നീ ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല. ഞാനും കിട്ടും ഒരാഴ്ച മുമ്പ് കേട്ടോ. അത് നീ പ്രത്യേകിച്ച് പറയണോ? മോൻ എന്തായാലും വന്നു കേട്ടോ. കേട്ടിട്ടില്ല, എന്നെ കല്യാണം പിടിച്ച് ഞാൻ വരും കേട്ടോ. എല്ലാം വാസിച്ചതിന്റെ ഇഷ്ടം. അപ്പൊ തുടങ്ങടി. എന്ത്? ഇപ്പൊ ഇറങ്ങിയ നേരത്തും കാലത്തും വീട് പിടിക്കാം. വാസു വാസു നിക്ക് നിക്ക്. എന്താടി? ഞാനിപ്പോ അവിടെ നിന്നല്ലേ പോന്നേ. എടാ എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കണം, ഞാനും കൂടി വരട്ടെ നിന്റെ കൂടെ? എടി അതെങ്ങനെ ചെയ്യാവോ? ഇപ്പൊ പുറപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോ ഒരു നേരാവുമല്ലോ. പിന്നെ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടാക്കണം, രാത്രി ആയതുകൊണ്ട് എനിക്ക് പേടിയാവും, അപ്പൊ നീ എന്നെ തിരിച്ചു കൊണ്ടാക്കണം. അങ്ങനെ രാവിലെ ആവൂടി. എന്തിനാ വെറുതെ? നീ ഇവിടെ നിന്നോ. എടാ ഞാൻ തന്നെ പോന്നോളാം, എനിക്ക് പേടിയൊന്നുമില്ല. അത് ശരി, തന്നെ പോന്നോളാം എന്നോ? എന്താ നീ പറയണേ? നിനക്ക് പേടിയില്ലെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നിന്നെപ്പോലെ ഒരുത്തിനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടി തന്നെ. എടാ എന്നെ ആരും തട്ടിക്കൊണ്ടു പോവില്ല. അല്ല, ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ അവരുടെ കാര്യം ഓർത്തിട്ടാടി എനിക്ക് പേടി. വാസു കിടന്ന് മാണ്ട, ഞാൻ നാളെ രാവിലെ ഇങ്ങനെ വരാം. എന്നിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോവാം. എന്തേ? അത് പോരാ, എനിക്ക് നിന്റെ കൂടെ ഇപ്പൊ വരണം. ഇപ്പൊ വന്നേ പറ്റൂ, ഇവിടെ ബോറാ. എടി നിന്നോടല്ലേ പറഞ്ഞു എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വരും. ചേട്ടാ ഈ പെണ്ണ് എന്നെ കൊണ്ടുപോക്കോ, മര്യാദ കൊണ്ടുപോക്കോ. ഈശ്വരാ, കുരിശായല്ലോ ഇത്. വീട്ടിൽ കയറടി.
ഞാൻ ഇനി വടിയെടുക്കണോ? എന്നെ കൊണ്ടുപോ. എനിക്ക് വയ്യ. എന്നെ കൊണ്ടുപോ. എനിക്ക് വരണേ. എന്നെ മോങ്ങാണ്ടിരിക്കടി, മോങ്ങാണ്ടിരിക്കടി. എന്നെ കൊണ്ടുപോകുക. എന്തൊരു ശല്യം. എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കണം? പൂച്ച. ഒരു കാര്യം ചെയ്യാം, എനിക്ക് വീട്ടിൽ പോകാനല്ലേ പേടിയുള്ളൂ. ഞാൻ ഇന്നിവിടെ നിൽക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. പോയേ? ആ, അതാണെങ്കിൽ മതി. ബോറടി മാറിയില്ല. ആ വാസു, നമുക്കകത്ത് പോവാം. സൈക്കോ തന്നെ, സൂക്ഷിച്ചവരെയുള്ള സ്വഭാവം മാറണം. എന്റെ പൊന്നടാവേ, ഇവളുടെയൊക്കെ കൂടെ ഞാൻ എങ്ങനെ? വാസു വാ. ആ ദേ വന്നു. എവിടെ ഇരിക്കും? എടി, നിനക്ക് നിന്റെ ചേച്ചിനെ വിളിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് ഇരുന്നൂടെ? ചേച്ചിക്ക് അതിനൊക്കെ എവിടെയാ സമയം? എപ്പോ നോക്കിയാലും ഫോണിലല്ലേ. ആരായിരിക്കും ഫോണില്? നിനക്കറിയില്ലേ ആരാണ്? ഇപ്പൊ പെങ്ങന്മാരുടെ കാര്യം അന്വേഷിക്കാൻ സമയമില്ലേ? ആരാടി ആരാടി ആരാന്ന് പറയണോ? ടോപിച്ചാട്ട് കഴിക്കില്ലേ? കഷ്ടം തന്നെ. നിനക്ക് വലിയ ലൈൻ അടിച്ചൂടെ? മനുഷ്യന്റെ സൗകര്യങ്ങളെ എന്താണ്ടാ? എനിക്ക് ആകെയുള്ള ഞങ്ങളെ നീ എന്നിട്ട് നീ വരെ എന്നെ ഇങ്ങനെ തള്ളി പറയാവോ? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അത്ര നല്ലതല്ല കേട്ടോ. ആന്റി, ആന്റി, എന്തിനാ എന്തിനാ അമ്മേനെ വിളിക്കുന്നേ? എന്തിനാ? അത് ഞാൻ അവിടെ പറഞ്ഞോളാം. ആന്റി, എന്താ മോനെ? ആ, മോൻ പോയില്ലാന്നോ? അയ്യോ, ഒരുപാട് ഇഷ്ടമല്ലോ. ആ, പോവാന്ന് പറഞ്ഞ റോഡ് വരെയും പോയി. അപ്പോഴല്ലേ ഓരോരോ. അയ്യോ വാസു, പറയില്ലേ പറയില്ലേ. അമ്മ വിളിക്കറി, അമ്മ വിളിക്കറി. എന്താ മോനെ? എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആന്റി കൊണ്ടുവിടണോ? വേണ്ട ആന്റി, വീട്ടിൽ പോയാ ബോറടിയാ. ഞാൻ വിചാരിക്കുന്നു ഇന്നിവിടെ നിന്നിട്ട് നാളെ അങ്ങ് പോവാന്ന്. ഓ, അതായിരുന്നോ? അതൊക്കെ മതി മോനെ. ഇന്നോ എത്ര ദിവസം വേണേലും മോനെ ഇവിടെ നിന്നോ, ഒരു കുഴപ്പമില്ല. ആന്റിക്ക് എന്നെ പുക കാണാല്ലേ? എന്താടാ? ഒന്നുമില്ല ആന്റി. ആന്റി, ഞാൻ ആന്റിനെ വിളിച്ച എന്തിനാണോ? അമ്മൂമ്മനെ ഒന്ന് വിളിച്ചു പറയാവോ ഞാൻ ഇന്നിവിടെ നിൽക്കുവാന്ന്? ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരുവോളെന്ന് ആന്റിനെ വിളിച്ച് പറഞ്ഞേക്കേ. അതായിരുന്നോ? ആന്റി ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം, അധികം വൈകിക്കണ്ട. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ പേടിക്കണം, നീ പേടിക്കണം. ഒരു വേഷം കേട്ടോ. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചേ? എടാ, അതെ, ഈ മരത്തിന്റെ മണ്ടയിൽ നമുക്കൊരു ടെന്റ് കെട്ടിയാലോ? അത് പറയാൻ വേണ്ടിയിട്ടാ.